ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാം. 60ന്റെ 1/3 2/5 ഭാഗം എത്ര? ഇങ്ങനെ ഇന്ത്യയിൽ കണ്ടാൽ ഒന്നും ആലോചിക്കരുത്. എന്ത് ചെയ്യണം? ഗുണിക്കണം. വേറെ ഒന്നും ആലോചിക്കരുത്. വേറെ ഒരു ചിന്ത നിങ്ങൾക്ക് ആവശ്യമില്ല. ഇന്ത്യയിൽ എവിടെ കണ്ടോ കണക്കിൽ ഇന്ത്യയിൽ കണ്ട അപ്പ ഗുണിച്ചോളൂ. വേറെ ഒരു ആലോചനയും വേണം. അപ്പൊ നമ്മളെ കണക്ക് എങ്ങനെ മാറും? എങ്ങനെ മാറും? ഞാൻ വൈറ്റ് ബോർഡിലൊന്ന് എഴുതാം. വൈറ്റ് ബോർഡ് കുറച്ചധികം കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. വൈറ്റ് ബോർഡ് എല്ലാവർക്കും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇങ്ങനെ കിട്ടി കഴിഞ്ഞാൽ നമ്മളൊന്നും ആലോചിക്കരുത്. 60ന്റെ അപ്പൊ 60 എന്ന് എഴുതുക. ഇന്ത്യ എന്ന് കണ്ട എന്ത് ചെയ്യാൻ നേർന്നത്? ഗുണിക്കണം. 60ന്റെ 3/1 അപ്പൊ 1/3. 1/3ന്റെ പിന്നെന്താ പറഞ്ഞത്? 2/5 ഭാഗം അല്ലേ? അപ്പൊ ഇന്ത്യ വീണ്ടും ഇന്ത്യ നാളെ വന്നു കഴിഞ്ഞു. ഒന്നും ആലോചിക്കരുത്. ഗുണിക്കണം 2/5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 60 × 1/3 × 2/5. അത് നമുക്ക് വെട്ടിച്ചെറുതാക്കാം. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ മാത്രം പിന്നെ നോ എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഉണ്ട്. ദേവാനന്ദന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതില് ദേവാനന്ദൻ ശ്രദ്ധിക്കുക. ഇതിൽ 60 എന്നുള്ളതും 1 എന്നുള്ളതും 2 എന്നുള്ള ഒക്കെ അംശമാണ്. 60 അംശമാണ്, 1 അംശമാണ്, 2 അംശമാണ്. ഛേദം പിന്നെ എവിടെ വരുന്നുള്ളൂ? 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. ഈ 3 കൊണ്ട് 60നെ ഹരിക്കാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3 കൊണ്ട് 60നെ ഹരിക്കാണെങ്കിൽ വെട്ടിച്ചെറുതാക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 60 3 കൂടി വെട്ടിയാലേ താഴെ ഒന്നും ഉണ്ടാവില്ല, മുകളിൽ 20 എന്ന് കിട്ടൂലേ? ദേവാനന്ദനാവും സംശയം അല്ലേ? വെട്ടിച്ചെറുതാക്കാനാണ് ഹരിക്കുക എന്നാണ്. ഒക്കെ ആൻസറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ദേവനന്ദനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. 60ന് 3 കൊണ്ട് ഹരിച്ചാൽ 20 എന്ന് കിട്ടും. ദേവനന്ദൻ ഓക്കെ ആണോ? എന്താണ്? കേൾക്കുന്നുണ്ട് സാറേ. അല്ല, 60 × 1/3 3 60 വെട്ടി ചെറുതാക്കുമ്പോ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെയോ? ഓക്കെ. ആ 20നെ 2/5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ല ഗുണിക്കാം. അപ്പൊ 5ഉം ആ 20ഉം വെട്ടി ചെറുതാക്കി എന്ത് കിട്ടും? 4 കിട്ടും. ദേവനന്ദൻ ഓക്കെ ആണോ? മനസ്സിലായി. അപ്പൊ 4 കിട്ടും. 4 × 2 എത്രയാ? 8. അപ്പൊ അതാണ് എന്റെ ആൻസർ. അതിൽ വീണ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, നമിത പറഞ്ഞു, പിന്നെ ഒരാളും കൂടി പറഞ്ഞു, ജിതിൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചെറിയൊരു മിസ്സിങ് മാത്രമേ ഉള്ളൂ. എന്താണ്? ഇന്ത്യയിലുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഇന്ത്യ എവിടെ കണ്ടോ ഗുണനച്ചിന്റെ ഇട്ടോളെ, വേറെ ഒന്നും ആലോചിക്കരുത്. പുതിയ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാ? സത്യഭാമ. ഓക്കെ. അത് സത്യഭാമ ഒരു കുറിയും വന്നിട്ടുണ്ട്. ജിതിന് ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കൂ സത്യഭാമയ്ക്ക്.
ഹലോ അറിയില്ലെങ്കിൽ ആ ചോദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയാ ചെയ്തതെന്ന് പറഞ്ഞു സ്പീഡിൽ പറഞ്ഞു കൊടുത്തോളൂ. ഹലോ സത്യഭാമ ഒന്ന് മ്യൂട്ട് ഒഴിവാക്കിയിട്ട് സംസാരിക്കോ? സത്യഭാമ ഹായ്. ഓക്കെ ഓക്കെ. ആ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. 60/1/3 ക്വസ്റ്റ്യൻ എഴുതിക്കുക. 60/1/3 ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ? അജിതൻ പറഞ്ഞോളൂ. അത് കേട്ടിട്ടുണ്ടാവും. കേൾക്കണം. 60/1/3 2/5 ഭാഗം എത്ര? 60/1/3 2/5 ഭാഗം എത്ര? ചെയ്യാൻ അറിയോ? നോക്കാമെന്ന് പറയുന്നുണ്ട്. സത്യഭാമ ആയിക്കോട്ടെ. നോയിക്കോട്ടെ. ആൻസറിലേക്ക് വരികയാണെങ്കിൽ പറയണ്ട. വരുന്നില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. നോക്കാമെന്ന് പറയുന്നുണ്ട്. അവരെ ട്രൈ ചെയ്തോട്ടെ. എപ്പോഴും നമ്മളെ ബ്രെയിൻ ഉപയോഗിക്കണം. നമ്മൾ ഒരു വർക്ക് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്കത് ഇത് കിട്ടുള്ളൂ. സാർ വീണ സാർ ഒരു മെസ്സേജ് ചാറ്റിൽ അയച്ചിട്ടുണ്ട്. സാർക്കുള്ള മെസ്സേജ് ആണ്. കണ്ടു. ഇതുവരെ വരാത്തതിന്റെ കാരണമാണ്. സാരില്ല. ഓക്കെ. സത്യഭാമയ്ക്ക് ഉത്തരം കിട്ടിയത് 8 എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, 8. 8. കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അവർക്ക് ചെയ്യാൻ അറിയാം. ഇതിലൊക്കെ ഇന്ത്യ കണ്ടോ അപ്പൊ ഗുണിച്ചോളാം. ഓക്കെ. ഒരു കണക്ക് എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 1/3 ഭാഗം 15 ആണ്. ഒരു സംഖ്യയുടെ 1/3 ഭാഗം 15 ആണ് എങ്കിൽ ആ സംഖ്യയുടെ 1/5 ഭാഗം എത്ര? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ഇടപെടും. ഇന്ത്യയല്ലല്ലോ വരുന്നത് സാറേ. ഇന്ത്യ അവിടെ വന്നിട്ടുണ്ട്. ഒരു സംഖ്യയുടെ അപ്പൊ സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സംഖ്യ വിചാരിച്ചോളൂ. അതിന്റെ 1/3 ആണ്. അപ്പൊ ആ സംഖ്യയെ 1/3 കൊണ്ട് ഗുണിച്ചതാണ് എത്ര? 15. യെസ്, വീണ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ആ സംഖ്യയെ 1/3 കൊണ്ട് ഗുണിച്ചതാണ് 15. അപ്പൊ സംഖ്യ ഏതായിരിക്കണം? അത് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ. അടുത്താളോ? പിന്നെ ഓപ്പോ എന്ന് പറഞ്ഞാൽ സുപ അല്ലെ? സുപ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. സുരഭിയും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയില്ല. കിട്ടി. ഓക്കെ. ഇനി ദേവനന്ദന മാത്രമേ. ദേവനന്ദൻ നമിത കിട്ടിയിട്ടില്ല. ഓക്കെ. നമിത ഓക്കെ ആണോ? ദേവനന്ദൻ ഓക്കെ കിട്ടിയിട്ടുണ്ട്. ദേവനന്ദൻ കിട്ടിയിട്ടുണ്ട്.
നമിതയ്ക്ക് നമിത കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ കിട്ടിയ ആളുകളൊന്ന് പറഞ്ഞു കൊടുക്കുക. ആരാ പറഞ്ഞു കൊടുക്കണേ? എങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉറക്കുക ചെയ്യുന്നു ആ കാര്യം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനാ കഴിയുക. ആരാ പറഞ്ഞു കൊടുക്കുക? ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ, പറഞ്ഞു. ഒരു സംഖ്യയുടെ 1/3 ഭാഗം 15 എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ സംഖ്യേനെ എക്സ് ആയിട്ട് എടുക്കുക. മനസ്സിലായോ? ഹലോ, അപ്പൊ എക്സ് ആയിട്ട് എടുക്കുമ്പോ 1/3 ഇൻറ്റു എക്സ് സമം 15 വരും. അപ്പോ ആ എക്സിനെ അവിടെ നിർത്തിയിട്ട് 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 15 ഇൻറ്റു 3 വരും. അപ്പൊ അവിടെ നമുക്ക് എക്സ് സമം 45 കിട്ടും. സംശയമുണ്ടോ? ഈ സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പുറത്ത് ഗുണനാണെങ്കിൽ അപ്പുറത്ത് ഹരണാവും, ഇപ്പുറത്ത് ഹരണാണെങ്കിൽ അപ്പുറത്ത് ഗുണനാവും. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ കൂട്ടലാണെങ്കിൽ കുറയ്ക്കലാവും, കുറയ്ക്കലാണെങ്കിൽ കൂട്ടലാവും. നേരെ ഓപ്പോസിറ്റ്. 15 ഇൻറ്റു 3/1 അല്ലേ വരിക അല്ലേ? 15 ഇൻറ്റു 3/1 അതന്നെ 15 ഇൻറ്റു 3. അപ്പൊ എക്സ് 45 കിട്ടും. എക്സ് 45 കിട്ടി. അപ്പൊ ആ സംഖ്യയുടെ 1/5 ഭാഗം എത്രയെന്നാണ് ചോദ്യം. അപ്പൊ എക്സ് നമുക്ക് 45 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 45ന്റെ 1/5 ഭാഗം കണ്ടാൽ മതി. 9. അപ്പൊ 9 കിട്ടും. നിങ്ങൾ തന്നെ ഒരാൾക്ക് വേറൊരാൾ പറഞ്ഞു കൊടുക്കാൻ വളരെ ഈസിയാ കാര്യങ്ങൾ. നമ്മൾ കമ്പൽസറി പറഞ്ഞു തന്ന ചേച്ചീന്റെ പേരെന്താ പറഞ്ഞത്? ആരാ? ശുഭയല്ലേ? ശുഭയാണ്. ഓക്കെ. ഓക്കെ. ഇനി വേറൊന്ന് നമ്മള് ഇങ്ങനെയാണ് വരുന്നത്. 4/x 4/x is equal to x/100. Four by x is equal to x/100. ഇപ്പൊ എക്സിന്റെ വില എത്രയാണ് ചോദ്യം. $25 സാറേ? 25 അല്ല, ഇവിടെ പിന്നെ ശുഭയ്ക്ക് ആൻസർ ഓക്കെയാണ്. സുലഭയ്ക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ചെയ്തു തരാം. സാറേ 20. ഓക്കെ, ആൻസർ പറയരുത്, ചാറ്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവർക്ക് സൗകര്യമായിരിക്കും കേട്ടോ. ഇതിൽ ആൻസർ ചാറ്റ് ചെയ്താൽ മതി. കാരണം വെച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, നമിതയ്ക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, ദേവനന്ദൻ കൂടിയല്ലേ ഉള്ളൂ. പിന്നെ സത്യഭാമ ഉണ്ടാവും അല്ലേ? ഓക്കെ, കിട്ടിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ക്ലിയർ ആക്കി തരാം. ഇനി വേറെ ആരെങ്കിലും? ഓക്കെ, അപ്പോൾ 2 ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. അപ്പൊ ശുഭനെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ, ഒന്നുകൂടി ഉറച്ചോട്ടെ. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം കേട്ടോ. ഇല്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, 4/x സമം x/100 അല്ലേ പറഞ്ഞേ? യെസ്. അപ്പൊ നമുക്കത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ തന്നെയല്ലേ സാർ? അതന്നെയാണ് വഴി. ആ. അത് തന്നെയാണ് വഴി. അപ്പൊ അത് നമുക്ക് 400 സമം എക്സ് സ്ക്വയർ കിട്ടും. അതിന് മനസ്സിലാക്കി പറയാ. കാരണം 4/xല് എക്സ് അവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ഛേദമുണ്ട്. x/100ല് പിന്നെ എക്സ് എന്ന് പറഞ്ഞിട്ട് അംശമുണ്ട്. അങ്ങനെ ക്രോസ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഛേദത്തെ അംശം കൊണ്ടും അംശത്തെ ഛേദം കൊണ്ടും. അപ്പൊ x × x എക്സ് സ്ക്വയർ വരും. 4 × 100 100 400 വരും. അപ്പൊ എക്സ് സ്ക്വയർ സമം 400 കിട്ടും. അപ്പൊ എക്സ് സമം 20 കിട്ടും. ഓക്കെ, സൂപ്പർ. എല്ലാവരും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകും. നിങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു കോമ്പറ്റീഷനോടുകൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് വർദ്ധിക്കും. അതിലൂടെ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണക്ക് പഠിക്കാം. ഓക്കെ, അടുത്തതാണ് 3/4. ഞാനിപ്പോ ഇതിൽ എഴുതണം, വൈറ്റ് ബോർഡിൽ എഴുതണം. വേണ്ട സാറ് പറഞ്ഞാൽ മതി. 3/4 + 1/2 - 1/4 - 1/8. 3/4 + 1/2 - 1/4 - 1/8. നിങ്ങൾക്ക് മനസ്സിൽ കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണക്ക് പേപ്പർ ഒന്നും വേണ്ട യഥാർത്ഥത്തിൽ. എന്താണ് യെസ് ശുഭ? ഓക്കെ, ഈ 3/4 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത് 3/4 എന്ന് പറയുന്നതാണ്. 1/2 പറഞ്ഞാൽ അര എന്ന് പറയുന്നതാ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു പേപ്പർ പേനയുടെ ആവശ്യമില്ല. 1/4 പറഞ്ഞാൽ കാല് എന്ന് പറയുന്നതാണ്. 1/8 പറഞ്ഞാൽ അരക്കാല് എന്ന് പറഞ്ഞാൽ കാലിന്റെ പകുതി എന്നുള്ള അർത്ഥത്തിലാണ്. അത് വെച്ചാൽ ഈസി ആയിട്ട് കണക്ക് ചെയ്യാം. 1/8 മാത്രം ക്രിയ ചെയ്തു, ബാക്കിയൊക്കെ ഇങ്ങനെ ഹാഫും മുക്കാലുമായിട്ട് എടുത്തു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം അവിടെ ഒരു ചെറിയ ഇത് വരും. ഓക്കെ, യെസ് വീണ ഓക്കെയാണ്. ദേവനന്ദൻ മനസ്സിലായിട്ടില്ല. ഓക്കെ, നമിത ഓക്കെ. രവി ഓക്കെ.
ഇനി മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം? വളരെ ഈസി ആയിട്ട് ഞാനത് പറഞ്ഞു തരാം, ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കിട്ടിയില്ല സാർ. പറഞ്ഞു കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ പേപ്പർ പേനൊന്നും വേണ്ട, കാര്യങ്ങൾ മനസ്സിലേക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. 3/4 പറഞ്ഞാൽ 3/4. ആ 3/4 കൂടി അര കൂട്ടി എത്രയായി? 1/4 ശരിയല്ലേ? 3/4 മാറി 1/4. ആ 1/4 കാല് പോയി, ബാക്കി എത്രയാ? 1. ആ 1-ൽ നിന്ന് 1/8 പോയാൽ, ഇപ്പോൾ ശ്രദ്ധിക്കുക, 1-ൽ നിന്ന് പിന്നെ 1/8 പോയാൽ ബാക്കി 7/8. അതായത് ഛേദത്തുനിന്ന് 1 കുറച്ചാൽ മതി അംശം. അങ്ങനെ ചെയ്യാം. ഛേദത്തുനിന്ന് 1 കുറയ്ക്കുക. അപ്പൊ 8-ന്ന് 1 കുറച്ചാൽ 7. 1-ന്ന് 1/8 കുറച്ചാൽ 7/8. അപ്പൊ ഞാനൊന്ന് വേറൊരു പറയാം. 1-ൽ നിന്ന് 1/6 കുറച്ചാൽ എത്ര കിട്ടും? 5/6. 1-ൽ നിന്ന് 5/6 ആണ്. സംശയം എന്താ? 1-ൽ നിന്ന് 1/11 കുറച്ചാൽ എത്രയാ? 1-ൽ നിന്ന് 1/11 കുറച്ചാൽ 10/11. യെസ്. ദേവനന്ദനോ ഒന്നും പേപ്പറും പേനൊന്നും എടുക്കണ്ട. ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണക്ക് ഈസി ആയിട്ട് പഠിക്കാം. നമുക്ക് അതിന്റെ പേനയുടെ ഒന്നും ആവശ്യമില്ല. 3/4 എന്ന് പറഞ്ഞാൽ 3/4. ഒരു വസ്തുവിനെ 4ആയി മുറിച്ചതിൽ 3 ഭാഗം, അതാണ് 3/4. ആ 3/4 കൂടി ഒരു കാലും കൂടി ചേർത്താൽ 1 ആവും. പിന്നെ അര എന്ന് പറഞ്ഞ കാലും കൂടി ചേർത്തതാ. അപ്പൊ 3/4 കൂടി അര ചേർത്താൽ 1/2 ചേർത്ത് എത്രയാവും? 1/4 ആവും. ദേവനന്ദൻ ഓക്കെ ആണോ? ദേവനന്ദൻ മ്യൂട്ട്, പിന്നെ അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് സംസാരിക്കൂ. സാറേ അതെങ്ങനെ 1/8 കുറയ്ക്കുമ്പോ എങ്ങനെ 7 വരുന്നത്? എങ്ങനെയാ വരുന്നത്? ഞാൻ അത് പറയാം. ഓക്കെ, ഒരു മിനിറ്റ്, ദേവനന്ദനെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കട്ടെ. അപ്പോ 3/4 മരികുളിയും കൂട്ടുമ്പോ 1/4 ആയി. ആ 1/4-ന് കാല് പോയി. അപ്പൊ എത്രയാ? ദേവനന്ദൻ ചാറ്റ് ചെയ്തോളൂ, സംസാരിക്കും. 1/4-ന് കാല് പോയാൽ ബാക്കി എത്രയാ? യെസ്, 1 ആയി. ആ 1-ൽ നിന്ന് 1/8 കുറച്ചാൽ എങ്ങനെയാണ് 7/8 എന്നുള്ളതാണ് ഇപ്പോ ജിതിനൊരു സംശയം ഞാൻ പറഞ്ഞത്. അത് അവിടെ ചെറിയ സംശയം നിങ്ങൾക്ക് കിടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1-ന് നമുക്ക് എങ്ങനെ എഴുതാം? 10-ൽ 10 എന്ന് എഴുതാം, 100-ൽ 100 എന്ന് എഴുതാം, 1000-ൽ 1000 എന്ന് എഴുതാം, 5-ൽ 5 എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊക്കെ ഒന്നാണ്. അപ്പൊ 1-ന് നമ്മൾ നമ്മുടെ സൗകര്യത്തിന് എന്ത് എഴുതി? 8/8 എന്ന് എഴുതി. ഇതിനൊക്കെയാണോ? അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 1/8 കുറയ്ക്കണം. അപ്പൊ ഛേദങ്ങൾ തുല്യമാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7/8 എന്ന് കിട്ടും. നിങ്ങൾ അത് പഠിക്കണം. 1 എന്നുള്ളതിനെ നമുക്ക് സൗകര്യം പോലെ മാറ്റാം, ഏതും മാറ്റാം. 20-ൽ 20 എന്ന് പറയാം, 50-ൽ 50 എന്ന് പറയാം. മനസ്സിലായോ? എത്രയാക്കാം? 105-ൽ 105 എന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് കണക്ക് അങ്ങനെയാണ്. നമ്മൾ ആവശ്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാൻ കഴിയുന്ന ഒരു കണക്ക് ഈസിയാണ്. നമ്മൾ വളച്ചൊടിക്കണം കണക്കിന്, എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇത് പഠിച്ചാൽ പിന്നെ കണക്ക് പ്രശ്നമല്ല. അവിടെ എവിടെയോ ബ്ലോക്കായി കിടക്കണം നിങ്ങളൊക്കെ. ആ ബ്ലോക്ക് മാറ്റിയാൽ മതി. അതിന് ഞാൻ സഹായിക്കാം നിങ്ങളെ. അതാണ് എൻ്റെ പണി. ഇതൊക്കെ എവിടേക്കോ ബ്ലോക്ക് ഉണ്ടാവും, ബ്ലോക്കാണ് നീക്കുക. നിങ്ങൾ എന്നെക്കാളും നല്ല കണക്കിന്റെ ആൾക്കാരാവും. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ അത്രയാണ് കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളിത് വീട്ടിൽ പോയിട്ട്, വീട്ടിൽ തന്നെയാണല്ലോ നിങ്ങൾ, വീട്ടിലിരുന്നിട്ട് ഒന്നുകൂടി ചെയ്യാം. ഒരു കണക്കുകൂടി വേണോ? ഒരു കണക്കുകൂടി ചെയ്യാം. 1 മണിക്കൂറിന്റെ എഴുതിക്കോളൂ. 1 മണിക്കൂറിന്റെ എത്ര ഭാഗമാണ് 1 മണിക്കൂറിന്റെ എത്ര ഭാഗമാണ് 5 സെക്കൻഡ്? 1 മണിക്കൂറിന്റെ എത്ര ഭാഗമാണ് 5 സെക്കൻഡ്?
12 ആണോ? അല്ല അല്ല 12 അല്ല. അല്ല ദേവനന്ദൻ ഇല്ല, ആരും ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. 18 ആണോ സാർ? 18? അല്ല 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 അല്ല. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ ഈ സെക്കൻഡിനെ കൊണ്ടുപോയിട്ട് പിന്നെ മണിക്കൂറിലേക്ക് ആക്കണം, അല്ലെ മണിക്കൂറിനെ കൊണ്ടുപോയി സെക്കൻഡിലേക്ക് ആക്കണം. വീണയ്ക്ക് കിട്ടിയിട്ടുണ്ടായ വീണ ഒന്നുകൂടി വെട്ടിച്ചെറുതാക്കും. ആൻസർ ഓക്കെയാണ്, വെട്ടിച്ചെറുതാക്കണം. പിന്നെ നിങ്ങൾ എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മണിക്കൂർ ആവണത്? 60. എത്ര സെക്കൻഡ് ചേരുമ്പോൾ, എത്ര മിനിറ്റ്? 60 മിനിറ്റ്. ഓക്കെ, സെക്കൻഡ് ചേരുമ്പോഴാണ് ഒരു മണിക്കൂർ ആവുന്നത്? അറിയോ? 3600 സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മണിക്കൂർ ആവുക. 60 സെക്കൻഡ് കൂടുമ്പോഴാണ് ഒരു മിനിറ്റ് ആവുക. 60 സെക്കൻഡ് ചേരുമ്പോൾ ഒരു മിനിറ്റ് ആവും. അങ്ങനെ 60 മിനിറ്റ് ചേരുമ്പോൾ ഒരു മണിക്കൂറാവും. അപ്പൊ 60 × 60 ആണ്. 60 × 60 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ. ഓക്കെയോ? 60 സെക്കൻഡ് ചേരുമ്പോൾ ഒരു മിനിറ്റായി. 60 മിനിറ്റ് കൂടുമ്പോൾ ഒരു മണിക്കൂറായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 60 × 60 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ. എവിടെ വെച്ചാൽ എഴുതി വെച്ചോളൂ. 3600 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ. ഓക്കെ വീണ? അപ്പൊ അതിൽ 5 സെക്കൻഡ് എത്രയാണെന്ന് ചോദിച്ചത്. 3000. അപ്പൊ കിട്ടും നമുക്ക് 5/3600 എന്ന് കിട്ടും. 5/3600 വെട്ടിച്ചെറുതാക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? 1/720 എന്ന് കിട്ടും. ഓക്കെ, ആർക്കെങ്കിലും ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തോളൂ, ചാറ്റ് ചെയ്തോളൂ. നോ ഒന്ന് ചാറ്റ് ചെയ്തോളൂ, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഓക്കെ, ദേവനന്ദൻ ഓക്കെ. ഒന്ന് 1/720. 1/720. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് വേറൊരു ദിവസം നോക്കാം. ഒന്നും കൂടി ഒരു ദിവസം കൂടി നമുക്ക് ഏതായാലും ഭിന്നസംഖ്യയായിട്ടൊന്ന് കൂടാം. അതെന്നാന്നുള്ളത് ഞാൻ പറയാം. കാരണം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ 2 ദിവസം ശനി ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാവും ക്ലാസ് ഉണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചെയ്ത കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. Okay, thank you sir. Good night. Okay, thank you. Good night.